തുടരാം. ഇപ്പോൾ കോട്ടയത്ത് നിന്ന് ജോസി ബാബു കൂടി ചേരുന്നുണ്ട്. ജോസി, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരിക്കൽ കൂടി അവിടെ പാലായിൽ മത്സരിക്കുന്നതിന് ഈ ജോസ് കെ മാണിക്ക് എന്താണ് പ്രശ്നം? അല്ലെങ്കിൽ ആത്മവിശ്വാസക്കുറവുണ്ടോ, പേടിയുണ്ടോ എന്നതൊക്കെയാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. അതോ ഈ സ്ഥാനാർത്ഥി മത്സരിക്കാനുള്ള ഒരു തീരുമാനം അദ്ദേഹം എടുത്തിട്ടില്ല എന്നാണോ? അതോ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റോഷി അഗസ്റ്റ് നേരത്തെ കയറി പ്രഖ്യാപിച്ചതിന്റെ പ്രശ്നമാണോ? ജീന, നമുക്കറിയാം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം പാല എന്നത് വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. അവരുടെ ജന്മഭൂമി എന്ന് പാല എന്ന് പറയാം. കാരണം 5 പതിറ്റാണ്ടിലേറെ പാലായെ പ്രതിനിധീകരിച്ചാണ് KM മാണി നിയമസഭയിലെത്തിയത്. പിന്നീട് 2019 നിയമസഭയിൽ അദ്ദേഹത്തിന്റെ തോൽവിക്ക് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് LDF ആ മണ്ഡലം ലഭിക്കുന്നത്. പിന്നീട് LDF ചേർന്ന് ജോസ് കെ മാണി 2021 മത്സരിച്ചപ്പോൾ തോൽവിയായിരുന്നു ഫലം. വീണ്ടും ഇപ്പോൾ 2026 ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ, അല്ലെങ്കിൽ കേരള കോൺഗ്രസിലെ 2 അധികാര കേന്ദ്രങ്ങൾ എന്ന തരത്തിലുള്ള ചർച്ചകൾ ഉയർന്നു വരുന്നത്. പ്രധാനമായും ജോസ് കെ മാണി തന്നെ പാലായിൽ മത്സരിക്കണമെന്നൊരു പൊതുവികാരമാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനുള്ളത്. അത് ജോസ് കെ മാണി അത് പ്രകടമാക്കുകയും ചെയ്തിരുന്നു. ആദ്യമൊക്കെ ജോസ് കെ മാണി കടുത്തുരുത്തിയിലേക്ക് മാറുമെന്നുള്ള ചില അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. മുന്നണി മാറ്റ ചർച്ചകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന ചർച്ചകൾക്കൊക്കെ പിന്നാലെ അത്തരം ഒരു ചോദ്യം ജോസ് കെ മാണിയോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ പാലാ വിട്ടൊരു കളിയുണ്ടോ എന്നാണ് അദ്ദേഹം അന്ന് മറുപടി പറഞ്ഞത്. പാലായിൽ തന്നെ മത്സരിക്കുമെന്നുള്ള കാര്യം അദ്ദേഹം അന്ന് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അദ്ദേഹത്തിന് അക്കാര്യത്തിൽ ഒരു ഉറച്ചു പറയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് എന്നതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ഉയർന്നു വന്നിരിക്കുന്ന ചോദ്യം. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഒരു ആത്മവിശ്വാസക്കുറവുണ്ടോ, പാലായിൽ മത്സരിച്ചാൽ ജയിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ ആശങ്കയുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ അണികൾക്കിടയിലും അല്ലെങ്കിൽ പൊതു അന്തരീക്ഷത്തിലും ഉയർന്നു വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. മാണി സി കാപ്പൻ മാത്രമല്ല എതിരാളി, മൂന്നാമതായി നമ്മുടെ ഷോൺ ജോർജിന്റെ പേര് കൂടി പറഞ്ഞു കേൾക്കുന്നുണ്ട്. BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് ഷോൺ ജോർജ് കൂടി മത്സര ചിത്രത്തിൽ ഉണ്ടെങ്കിൽ അനുകൂലമായിരിക്കും കാര്യങ്ങളെന്നാണ് ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം പ്രതീക്ഷിക്കുന്നത്. മുൻകൂട്ടി കയറി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയാൽ അത് വലിയൊരു തിരിച്ചടിയാകുമെന്നുള്ള ആശങ്ക ജോസ് കെ മാണിക്ക് വ്യക്തിപരമായി ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരള കോൺഗ്രസ് അണികൾക്കിടയിലുമുണ്ട്. പക്ഷേ ആവർത്തിച്ച് കഴിഞ്ഞ ദിവസം മധ്യമേഖലാ ജാഥയ്ക്കിടയിൽ ജോസ് കെ മാണിയുടെ കയ്യിൽ നിന്നും മൈക്ക് പിടിച്ചു വാങ്ങി റോഷി ഇത്തരത്തിൽ ജോസ് കെ മാണി പാലായിൽ തന്നെ മത്സരിക്കുമെന്ന് പറയുകയും ചെയ്തു. ഇത് അണികൾക്കിടയിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു 2 അധികാര കേന്ദ്രങ്ങൾ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ ഉണ്ടാവുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് അല്ലെങ്കിൽ അണികൾക്കിടയിൽ, സാധാരണ കേരള കോൺഗ്രസ് മാണി വിഭാഗം അണികൾക്കിടയിൽ ഉണ്ടാകുന്നത്. മുമ്പൊക്കെയും ഈ കേരള കോൺഗ്രസ് എന്ന പാർട്ടിയിൽ ഉണ്ടായിരുന്ന ഒരു പൊതു തീരുമാനം എന്നതുകൊണ്ട് ചെയർമാൻ കാര്യങ്ങൾ അവതരിപ്പിക്കും, തീരുമാനങ്ങൾ ചെയർമാൻ പറയുമെന്നുള്ളതായിരുന്നു കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ അല്ലെങ്കിൽ കേരള കോൺഗ്രസുകളുടെ ഒരു പൊതു നിലപാട്, അല്ലെങ്കിൽ അത്തരമായിരുന്നു അവരുടെ ഒരു സംഘടനാ സംവിധാനം. ചർച്ചകൾ നടത്തുമെങ്കിലും ചെയർമാനാണ് ഫൈനൽ വേർഡ് ആ തീരുമാനം സംബന്ധിച്ച് പറയുന്നത്. പക്ഷേ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് ഇപ്പോൾ 2 തവണയും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ ജോസ് കെ മാണി സംസാരിക്കുന്നതിനിടയിൽ തന്നെ റോഷിയുടെ മറുപടി വരുന്നു. ജോസ് കെ മാണി പാലായിൽ തന്നെ മത്സരിക്കുമെന്നുള്ള പ്രതികരണം റോഷിയുടെ ഭാഗത്തു നിന്ന് വരുന്നു. അതുകൂടാതെ റോഷി കുറച്ചുകൂടി കടുപ്പിച്ച് അക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തിയെന്ന് നമുക്കിന്ന് മനസ്സിലാക്കാൻ കഴിയും. ആത്മവിശ്വാസം തോന്നണമെങ്കിൽ ഇത്തരത്തിൽ നേതാക്കൾ ഉറപ്പിച്ച് കാര്യങ്ങൾ പറയണമെന്നുള്ള തരത്തിലുള്ള ഒരു പ്രതികരണം, അത് അണികൾക്ക് ഒരു ആത്മവിശ്വാസം തോന്നണമെങ്കിൽ നേതാക്കൾ മത്സരിക്കുന്ന കാര്യത്തിലടക്കം ഉറച്ചു പറയണമെന്നുള്ള റോഷിയുടെ ആ പ്രതികരണത്തിലൊക്കെ ഒരു വിഭാഗം കേരള കോൺഗ്രസ് അതൃപ്തി ഉണ്ട് നേതാക്കൾക്കിടയിൽ അല്ലെങ്കിൽ അണികൾക്കിടയിൽ. പക്ഷേ മറ്റൊരു വിഭാഗം ഔദ്യോഗികമായി കേരള കോൺഗ്രസിന്റെ നിലപാട് പറയുന്നത് ഇപ്പോൾ ഇതൊരു മാധ്യമ സൃഷ്ടിയായ ഒരു ഭിന്നതയാണ്. ഇത്തരത്തിൽ റോഷിയും ജോസ് കെ മാണിയും തമ്മിലൊരു ഭിന്നതയില്ല. ജോസ് കെ മാണി തന്നെ പാലായിൽ മത്സരിക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഇപ്പോൾ ഈ അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കി മുന്നണിയെയും പാർട്ടിയെയും ദുർബലപ്പെടുത്തുവാനുള്ള ഇടപെടൽ ചില മാധ്യമങ്ങളും ചില കേന്ദ്രങ്ങളും നടത്തുന്നു എന്നുള്ള വിമർശനവും ഒരു വിഭാഗം പറയും. എന്തായാലും ആത്യന്തികമായി ഇക്കാര്യത്തിൽ നിലപാട് പറയേണ്ടത് ജോസ് കെ മാണിയാണ്. പക്ഷേ ജോസ് കെ മാണി വളരെ തമാശയായാണ് ഇക്കാര്യത്തെ കഴിഞ്ഞ ദിവസം വിശദീകരിച്ചത്. പ്രത്യേകിച്ച് റോഷി അഗസ്റ്റിൻ ഇത്തരത്തിൽ KCM-ലൂടെ വളർന്നു വന്നുള്ള ആളാണ്. KCM-ലൂടെ വളർന്നു വന്ന ആളെന്ന് പറയുമ്പോൾ അവരുടെ വിദ്യാർത്ഥി സംഘടനയാണ്. അതിലൂടെ വന്ന ആളായതുകൊണ്ട് ഒരു അല്പം ചോരത്തിളപ്പ് റോഷിക്ക് കൂടുതലാണ്. അതുകൊണ്ടാണ് റോഷി എടുത്തു ചാടി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതെന്നായിരുന്നു ജോസ് കെ മാണി തമേശ രൂപേണ പറഞ്ഞത്. പക്ഷേ അങ്ങനെ മാത്രം ഈ കാര്യങ്ങളെ കാണാൻ ഒരു വിഭാഗം അണികൾ തയ്യാറല്ല. ജോസ് കെ മാണിയെ മറികടന്ന് ഒരു അധികാര കേന്ദ്രമാകാൻ റോഷി ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള ആശങ്ക ഒരു വിഭാഗം അണികൾക്കുണ്ട്. പ്രത്യേകിച്ച് മുന്നണി മാറ്റ അഭ്യൂഹങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നിരുന്ന പ്രധാനപ്പെട്ട കാര്യം CPM-ന്റെ ഭാഗത്തുനിന്നും വലിയ സമ്മർദ്ദം റോഷിയെ വെച്ച് ജോസ് കെ മാണി